ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് രേഷ്മി ഫ്രം ട്രെൻഡി ത്രെഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറൻ സ്റ്റിച്ചാണ് കേട്ടോ. വളരെ ഈസി ആട്ടോ ഇത് ചെയ്യാനായിട്ട്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞതുപോലെ ചില സ്റ്റിച്ചൊക്കെ നമുക്ക് ലൈന് വരച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറൻ സ്റ്റിച്ചും സെയിം കാറ്റഗറിയിൽ പെടുന്നതാണ് കേട്ടോ. ചെറൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞ് രണ്ട് ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ സെക്കൻഡ് ലൈനിൽ സൂചി കുത്തി മുകളിലോട്ട് എടുത്തതിന് ശേഷം സൂചി കുത്തി മുകളിലോട്ട് എടുത്തതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറുതായി ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ സൂചി കുത്തുക. നമ്മളിപ്പോൾ രണ്ട് കുത്തു കുത്തിയില്ലേ, അതിന്റെ സെൻട്രലായിട്ട് വീണ്ടും സൂചി കുത്തി കംപ്ലീറ്റ് ത്രെഡും മുകളിലോട്ട് വലിക്കുകയാണ് വേണ്ടത്. ദെൻ നമ്മൾ ഫസ്റ്റ് ലൈനിൽ സൂചി സെയിം മെത്തേഡിൽ നമ്മൾ കുത്തണം കേട്ടോ. സ്ലാൻഡിങ് ഷേപ്പിലാണ് നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടുക. ഫസ്റ്റ് ലൈനിൽ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ സെക്കൻഡ് ലൈനിലോട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഫസ്റ്റ് ലൈൻ, അങ്ങനെ സ്റ്റിച്ച് നമ്മൾ എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ സിംഗിൾ ചെറോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ആയിട്ടും നമ്മൾ ചെറോൺ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യാതെ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. സിംഗിൾ ചെറോൺ സ്റ്റിച്ച് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡ് ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡബിൾ ചെറോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ ടു സെക്കൻഡ് ലൈൻ, നമ്മൾ സിംഗിൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈൻ ടു ഫസ്റ്റ് ലൈൻ, നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ ടു സെക്കൻഡ് ലൈൻ. അപ്പോൾ എല്ലാവരും എംബ്രോയിഡറി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എഗൈൻ ഞാൻ വീണ്ടും നല്ലൊരു സ്റ്റിച്ചായിട്ട് വരും. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സെയിം ടൈം നിങ്ങളും എംബ്രോയിഡറി നന്നായി ചെയ്യണം.